ഹലോ അസ്സാം വലൈക്കും. കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. മുത്തുവാവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീണ്ടും വളരെ ചെറിയൊരു വീഡിയോയുമായി കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വൈകിട്ടത്തെ നോമ്പ് തുറക്കൊക്കെയുള്ള ഫുഡ് ഉണ്ടാക്കുന്നതും അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കൊച്ചൊരു വീഡിയോ ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പം പതിവ് പോലെ തന്നെ രാവിലെ നമ്മൾ കച്ചവടത്തിനൊക്കെ പോയി കേട്ടോ. ആൾ കുറവായിരുന്നുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങൾ മാത്രമേ അരിഞ്ഞു വെക്കും. തീരുന്നതനുസരിച്ച് അരിഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചെടുത്തോ. ഇതാണ് ഇപ്പം രാമക്കൽമേട്ടിലെ അവസ്ഥ കേട്ടോ. എന്നാൽ ഇപ്പം എഡിറ്റ് ചെയ്യുന്നത് ഞാൻ ശനിയാഴ്ചയാണ്. ശനിയാഴ്ച എന്നാൽ നല്ല ആളും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് വ്യാഴമാണോ വെള്ളിയാഴ്ചയാണോ കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. അന്ന് എടുത്ത വീഡിയോസാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാണ് അവസ്ഥ കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കും പിറകൊക്കെയാണ് വല്ല ഫാമിലികളൊക്കെ കയറി വരുമ്പോഴത്തേക്ക് അവർ മേടിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കച്ചവടത്തിന് പോയിട്ടിരിക്കുന്നത്. നോമ്പും പഠിച്ച് വീട്ടിൽ ഇരുന്നിട്ടും കാര്യമില്ലല്ലോ. നമ്മുടെ തൊഴിൽ ഇതാണ്, നമ്മുടെ വരുമാന മാർഗ്ഗം ഇതാണ്. അതുകൊണ്ട് നമ്മൾ കയറിപ്പോകുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വൈകിട്ടൊരു 5 മണിയായപ്പോൾ ഞാൻ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. 4:30-5 മണിയാകുമ്പോൾ ഇറങ്ങി വരും കേട്ടോ. ഇന്ന് സംഘം വീട്ടിലുമാണ് കേട്ടോ. അപ്പോൾ അതായത് കുടുംബശ്രീ അതിൻ്റെ ഇച്ചിരി ഒതുക്കലും പറക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വന്നു കഴിഞ്ഞ് എന്താണേലും നമ്മൾ ജീരകഞ്ഞി വെക്കാൻ വേണ്ടി, അതായത് റംസാൻ സ്പെഷ്യൽ കഞ്ഞി കേട്ടോ. കഞ്ഞി വെക്കാൻ വേണ്ടി നമ്മൾ അരി എടുത്ത് അതായത് ചെറിയ പൊടിയരിയില്ലേ, അതുപോലത്തെ അരിയാണ് കേട്ടോ, കുത്തിരിയുടെ. അത് വാരി നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കഞ്ഞി വളരെ ടേസ്റ്റാണ് കേട്ടോ. നോമ്പ് മുറയൊക്കെ കഴിഞ്ഞ് നമ്മളിത് കുടിക്കാൻ നമ്മുടെ ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള നല്ലൊരു കഞ്ഞിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനത് അരിയൊക്കെ എടുത്ത് കഴുകി കുക്കറിലേക്ക് ഇട്ടു. അതിന് ശേഷം ഒരു 1-2 വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ അരയ്ക്കുമ്പം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അരയ്ക്കുമ്പം ചേർക്കുമ്പോൾ ആ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. അത് ഇല്ലാതിരിക്കാനാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് പിന്നെ ഒരു 1 കുഞ്ഞ് സ്പൂണിനാട്ടോ, ചെറിയ സ്പൂണിൽ 2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ആശാളി, ഞാൻ കച്ചവട സ്ഥലത്ത് ഇരുന്നപ്പോൾ കൊച്ചിനോട് പറഞ്ഞു കേട്ടോ, കുറച്ച് ആശാളി എടുത്ത് 1-2 ടീസ്പൂൺ വെള്ളത്തിലേക്ക് ഇടാൻ. അവൾക്കറിയത്തില്ലല്ലോ. വലിയ സ്പൂണിലാണ് ആശാളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടത്. വന്നപ്പം ഇതാണ് അവസ്ഥ. എന്താണ് ഇത്, എത്ര കഴിച്ചാലും ഒരു കുഴപ്പമില്ലാത്തൊരു സാധനമുണ്ട് കേട്ടോ. ശരീരത്തിന് നല്ലതുമാണ്, തണുപ്പുമുള്ള സാധനമാണ്. അപ്പം ഞാൻ ഇച്ചിരി ഏറെ തന്നെ ഇട്ട് കേട്ടോ. കഞ്ഞി വെക്കുന്നതിലേക്ക് ഏറെ ഇട്ട് ബാക്കി ഫ്രിഡ്ജിലും എടുത്ത് വെച്ചു. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഉപ്പൂടെ ചേർക്കണം കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് വെള്ളം ഒഴിച്ച് 2-3 ഫിസിൽ, ആദ്യം ഫസ്റ്റ് ഫിസിൽ നല്ല തീ കൂട്ടിയിട്ടും പിന്നെ തീ കുറച്ചിട്ടും 2 ഫിസിലൂടെ ഒഴിച്ച് നമുക്ക് നിർത്തി വെക്കാം. ആ സമയം കൊണ്ട് അതിന് ആവശ്യമായ അരപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും തേങ്ങയും മഞ്ഞളും ഇതൊന്നും നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരിയൊക്കെ നല്ല സെറ്റായി വെന്തിട്ടുണ്ട്. നമ്മുടെ ഫിസിലൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുത്തു കേട്ടോ. വെള്ളം കുറച്ചുകൂടെ വെക്കേണ്ടതായിരുന്നു. അപ്പോൾ നമ്മൾ റെഡിയാക്കി വന്നപ്പോഴത്തേക്കും വെള്ളം ഇല്ലാതായിപ്പോയി കേട്ടോ. അപ്പം പിന്നെ ഞാൻ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ അത് ഇളക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഓർത്ത് അരച്ച് വെച്ച അരപ്പൂടെ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ വെള്ളം ഓവറായാലും കൊള്ളത്തില്ല കേട്ടോ. അപ്പം പിന്നെ ഞാൻ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സിയൊക്കെ കഴുകി കൊഴിക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളമാകുമല്ലോ, അത് ഓർത്തുകൊണ്ട് അരപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം കൂട്ടുകാരെങ്കിലും ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ. അപ്പം ഞാൻ എടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അതായത് വെള്ളമില്ലാതായിപ്പോയില്ലേ അരി കുറുകി വന്നപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളം വെച്ചാൽ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ അതെൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് കേട്ടോ. ആ വെള്ളം കുറച്ച് കുറഞ്ഞു പോയത്. അങ്ങനത്തെ ഞാൻ കുറച്ച് വെള്ളം കൂടെയൊക്കെ ഒഴിച്ച് പാകത്തിന് വെള്ളം ചേർത്ത് എടുത്ത് നമ്മളൊന്ന് ചെറിയ തോതിലൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അരപ്പ് ചേർത്തതിന് ശേഷം ഓവറായിട്ട് തിളയ്ക്കാൻ വെക്കരുത്. അപ്പോഴത്തേക്ക് ആ ഒരു കഞ്ഞിയുടെ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. അപ്പോൾ ചെറിയ തിള വന്നേച്ചാൽ മതി കേട്ടോ. പിന്നെ ഈ കഞ്ഞി എന്ന് പറഞ്ഞാൽ ഇരുന്ന് കുറുകുകയും ചെയ്യും കേട്ടോ. അപ്പം അതനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർത്ത് ലൂസാക്കി വേണം വാങ്ങി വെക്കാൻ. അപ്പം ഞാൻ വെള്ളമൊക്കെ ആവശ്യത്തിന് ചേർത്ത് ഇളക്കിയിട്ട്, ആശാളി അല്പം അധികമായിട്ടാണ് കാണുന്നത്, ഞാൻ അങ്ങനെ ഇട്ടതാണ് കേട്ടോ. നമ്മൾ ആശാളി കഴിക്കുന്നതുകൊണ്ട് ഒരു കുറ്റവും ഇല്ല കേട്ടോ. നല്ലതാണ്, ശരീരത്തിനൊക്കെ നല്ല തണുപ്പും കിട്ടും, ഔഷധ ഗുണമുള്ള സാധനമാണ് കേട്ടോ. അതുകൊണ്ട് ഇതെത്ര കഴിച്ചാലും ഒരു കുഴപ്പവും ഉണ്ടാകുകയില്ല കേട്ടോ. അപ്പം നമ്മുടെ കഞ്ഞിയൊക്കെ തിള വന്ന് കണ്ടോ, തിളച്ച് ഈ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം.
അല്ല ഓവറായിട്ട് തിളച്ച് ഇത് ഇരുന്നാണ്ട് ആ കഞ്ഞിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ്. ജീരകഞ്ഞിന്നും നോമ്പ് തുറക്കഞ്ഞിന്നും ഒക്കെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ കഞ്ഞിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലൊന്ന് താളിച്ചും കൂടെ ഒഴിക്കാം. താളിച്ചൊഴിക്കുക എന്ന് പറഞ്ഞാൽ കടുകും കാര്യങ്ങളൊന്നും ഇട്ടല്ല കേട്ടോ. നെയ്യിലോ വെളിച്ചെണ്ണയിലോ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് ഒന്ന് താളിച്ചൊഴിച്ചാൽ മതി കേട്ടോ. ഞാനിപ്പം കറിവേപ്പില ഇടുന്നില്ല, ചെറിയ ഉള്ളി മാത്രം ഇട്ട് ഒന്ന് നല്ലവണ്ണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ചുമന്ന കളറ് ബ്രൗൺ കളറാകുന്നവർ ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഇതാ നമുക്ക് റെഡി ആയിരിക്കുന്ന കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്തരം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കഞ്ഞിയാണ് കേട്ടോ ഇത്. എന്നാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയും കൂടിയാണ് കേട്ടോ ഇത്. അപ്പം കൂട്ടുകാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഇതിൻ്റെ അഭിപ്രായം ഒന്ന് പറയണേ. അപ്പം ഞാനിത് ഉണ്ടാക്കി. അപ്പം എന്താ നമ്മുടെ കഞ്ഞിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് അടുക്കളയിലെ പണികളൊക്കെ കിടക്കുന്നത് കേട്ടോ. ഇനി പണികളും കാര്യങ്ങളെല്ലാം ഒതുക്കണം. അങ്ങനെ കാടക്കൂട്ടിലെ പണികളുണ്ട്, അങ്ങനെ ഒരുപാട് പണികളുണ്ട് കേട്ടോ. നോമ്പുതുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കണ്ടില്ലേ, കാണുമ്പോൾ അങ്ങനെ നല്ല അടിപൊളി കഞ്ഞിയായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം കച്ചവടത്തിനും പോകുന്നു. പിന്നെ വീട്ടിലെ ഈ നോമ്പ് തുറയ്ക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കൽ എല്ലാം കൂടി ഒരല്പം തിരക്കാണ്. ഡെയിലി വീഡിയോ ഇടണം എന്നൊക്കെ ഓർത്തിട്ടാണ് ഞാൻ നോമ്പ് തുടങ്ങിയ ആ സമയം തൊട്ട് വൈകിട്ട് എന്താണെങ്കിലും ഫുഡ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ആ വീഡിയോസൊക്കെ ഇടാമെന്ന് വെച്ച് പക്ഷെ നടക്കുന്നില്ല കേട്ടോ. കച്ചവടത്തിനൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പോൾ പിന്നെ ഓടിപ്പിടച്ച് വന്നിട്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടുന്നത് കേട്ടോ. അപ്പോൾ ഒന്നിനും സമയം തികയുന്നില്ല. പിന്നെ ചില മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഉണ്ട് കേട്ടോ. അതൊക്കെ കൊണ്ടാണ് നമുക്ക് ഡെയിലി വീഡിയോ ഇടാൻ കഴിയാത്തത്. അപ്പോൾ എന്താ നമ്മുടെ കഞ്ഞിയൊക്കെ റെഡിയായി. ഇന്ന് നോമ്പ് തുറക്കി വേറെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കഞ്ഞിയും പിന്നെ ഫ്രൂട്ട്സ് ഇരിപ്പുണ്ട്, പിന്നെ നമ്മുടെ ഈന്തപ്പഴവും ഇതൊക്കെ കൂട്ടിയാണ് നമ്മളിന്ന് നോമ്പ് തുറക്കുന്നത്. അത് കഴിഞ്ഞ് വൈകിട്ട് എന്തെങ്കിലും റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കടലയൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈകിട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതാ നമ്മൾ നോമ്പ് തുറയും കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞ് നിസ്കാരം എല്ലാം കഴിഞ്ഞ് അന്ന് കടലക്കറി വെച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് വലിയ പാടാണ് കേട്ടോ. വെളുപ്പിന് എഴുന്നേറ്റ് ഈ കറി ഉണ്ടാക്കലും ഇതൊക്കെ എനിക്ക് ഭയങ്കര പാടാണ്. എനിക്ക് ഡെയിലി കഴിക്കുന്ന മരുന്നുകളുണ്ട് കേട്ടോ. മരുന്നെല്ലാം കഴിച്ചിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ആകെപ്പാട് ക്ഷീണമാണ്. അതുകൊണ്ട് പിന്നെ വൈകിട്ട് എല്ലാം റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ രാത്രി കിടക്കുമ്പോഴേ കറിയും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മൾ കിടക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ കടലക്കറിക്കുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കടല കഴുകി ഉപ്പും കാര്യങ്ങളെല്ലാം മഞ്ഞളെല്ലാം ഇട്ട് വേവിച്ചു. ഇതിനിടയ്ക്ക് നമുക്ക് കറണ്ടൊന്ന് പോയായിരുന്നു കേട്ടോ. അപ്പോൾ കറി വെക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മുടെ ടോർച്ചിൻ്റെ വെട്ടത്തിലും ഒക്കെയാണ് നമ്മൾ കറിയും കാര്യങ്ങളെല്ലാം റെഡിയാക്കിയത് കേട്ടോ. കറിയും വെച്ചു, അതുപോലെ തന്നെ പാവയ്ക്ക തോരനും വെച്ചു കേട്ടോ. അപ്പം എന്താ അതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അതിന് ശേഷം ഇനി നമുക്ക് രാവിലെ തയ്യാറാക്കാനുള്ള അപ്പത്തിന് അരച്ച് വെച്ചാൽ അപ്പം രാവിലെ ചൂടാന്ന് വെച്ചാൽ അത് എളുപ്പമുണ്ടല്ലോ. സ്റ്റൗവിലേക്ക് വെച്ച് എളുപ്പം ചുട്ടെടുക്കാൻ. അങ്ങനെ അത് അപ്പത്തിനുള്ള അരി അരയ്ക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അതായത് പാലപ്പം എന്നും വെള്ളയപ്പം എന്നൊക്കെ പറയല്ലേ. അപ്പം കുറേച്ച് അരിയിട്ട് നമ്മളൊന്ന് അരച്ച് റെഡിയാക്കാൻ പോകണം കേട്ടോ. എന്താണെങ്കിലും എനിക്ക് നോമ്പ് തുറക്കുമ്പോൾ ഇങ്ങനെ പലഹാരങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. എനിക്കൊരല്പം ചോറ് തന്നെ ഉണ്ണണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പാവയ്ക്ക തോരനൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചില്ലെങ്കിൽ മക്കൾ പറഞ്ഞാണ് ഇനി വേണ്ട കടലക്കറി വെക്കുന്നുണ്ടല്ലോ അത് മതി, അതിൻ്റെ കൂടെ 2 പൂരിയും കൂടി ഇട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് ചെറുക്കൻ ഞാൻ എന്തൊക്കെയോ വന്ന് എന്നെ കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനോട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അതാ നമ്മൾ അരിയൊക്കെ അരച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവനിങ്ങനെ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴത്തേക്ക് അവൻ വന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തമാശ പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കും കേട്ടോ. അവൻ പള്ളിയിൽ പോയിട്ട് ഇപ്പോൾ കയറി വന്നതേ ഉള്ളൂ കേട്ടോ. അവൻ പള്ളിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ അടുക്കളയിൽ നിന്ന് ഓരോ പണികളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോഴത്തേക്ക് അവൻ പള്ളിയിൽ പോയിട്ട് വന്ന കഥകളൊക്കെ പറയുകയാണ് കേട്ടോ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ. നിങ്ങളുടെ ഓരോ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് ഓരോരോ വീഡിയോ ഇടാൻ നമുക്ക് പ്രചോദനമാകുള്ളൂ കേട്ടോ. പിന്നെ വീഡിയോ കണ്ടു പോകുന്നവർ അതിൻ്റെ അഭിപ്രായങ്ങളിലൂടെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും ഇതെടുത്ത് പറയും, വളരെ കുറച്ച് കമൻറ്റും ലൈക്കും മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. നിങ്ങളുടെ ഓരോ ലൈക്കും ഉണ്ടെങ്കിൽ മാത്രമേ ഈ വീഡിയോസ് മറ്റുള്ളവരിലേക്കും പിന്നെ വീണ്ടും എത്തുകയുള്ളൂ കേട്ടോ. അങ്ങനെ അതാ നമ്മൾ അരിയും കാര്യങ്ങളെല്ലാം അരച്ച് വെച്ചതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇച്ചിരി ചോറുണ്ണണമെന്ന്. അപ്പോൾ ഞാനൊരു കുറച്ച് അരിയിട്ട് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇച്ചിരി ചോറ് എടുക്കുകയാണ്. എനിക്ക് എന്താണെങ്കിലും ചോറ് തിന്നണം കേട്ടോ. മക്കളോട് ചോറ് തിന്നാൻ പറഞ്ഞിട്ട് ചോറ് തിന്നുന്നില്ല കേട്ടോ. അപ്പം ഞാൻ എനിക്ക് കഴിക്കാനുള്ള ചോറെടുത്തു. അപ്പോൾ ഇവർക്ക് കറി കോരുമ്പോഴത്തേക്ക് ചാറ് കോരണം, കടല തിന്നാൻ മടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് പകരം കറി വെക്കുമ്പം തന്നെ കുറച്ച് കടല എടുത്ത് അരച്ച് ഇതിൻ്റെ അകത്ത് ചേർക്കും കേട്ടോ. അല്ല കടല തിന്നാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാനെന്നാൽ കറിയൊക്കെ എടുത്ത് കൊടുക്കാൻ പോയപ്പോഴത്തേക്ക് പറഞ്ഞു വേണ്ട അവർ തന്നെ വിളമ്പിക്കോളാം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ എനിക്ക് കഴിക്കാനുള്ള പിന്നെ
ചോറും പാവയ്ക്കാത്തോരനും ഒരല്പം കടലക്കറി ഇച്ചിരി നാരങ്ങ അച്ചാറും കൂടെ എടുത്ത് കേട്ടോ. അപ്പോഴത്തേക്ക് അവൻ വന്ന് പറയാം അവനുള്ള കറിയൊക്കെ വിളമ്പിക്കോളാം. എന്ത് ചെയ്ത് ഞാൻ വിളമ്പി കൊടുക്കാൻ പോയപ്പോൾ അവൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അവിടെ തന്നെ വെക്കുക, നീ തന്നെ എന്നാന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടോ. അവന് കടല കൂട്ടാനുള്ള മടിക്കാണ് കേട്ടോ. പിന്നെ അവന് ഷർട്ടില്ലാതെ നിൽക്കുന്നുണ്ട്. അവന് ചൂട് കാരണം ഷർട്ട് ഇടത്തില്ല കേട്ടോ. ഷർട്ടില്ലാതെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇതിനവൻ ദേഷ്യത്തിന് നിൽക്കുകയാണ് കേട്ടോ. അവൻ കറി കോരുന്ന കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ഈ ചാറ് തന്നെ കോരി എടുക്കുന്ന പരിപാടിയാണ് കേട്ടോ. എന്നാൽ ഒത്തിരി ലൂസായിട്ട് വെച്ചാൽ അത് ഇഷ്ടമല്ല കേട്ടോ. കുറുകിയിരിക്കുകയും ചെയ്യണം, എന്നാൽ കടല തിന്നാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മക്കളുടെ SSLC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സൈലം എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഫുഡ് കഴിക്കാൻ വിളിച്ചത് അതിന്. അപ്പോൾ എന്തായാലും അവളത് കഴിക്കാൻ മക്കൾ വന്ന് പിന്നെ കഴിക്കാൻ കോരി എടുത്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. മക്കൾ കറി കോരുന്ന ഇത് നോക്കി, ചാറ് തന്നെ കഷ്ണം കൂട്ടാൻ കഴിയാന്നിട്ട് ചാറ് തന്നെ കോരി എടുക്കുന്നുണ്ടോ. എന്തായാലും മക്കളൊക്കെ കഴിക്കാനൊക്കെ കൊടുത്തതിന് ശേഷം ഞാനും കഴിക്കാണ്ടിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു പൂച്ച വന്ന് ഭയങ്കര അത് നോമ്പ് തുടങ്ങിയപ്പോൾ എവിടെ നിന്നാണെന്നറിയത്തില്ല കേട്ടോ, വന്ന് കയറിയതാണ് കേട്ടോ. ഒരു പൂച്ചയും അതുപോലെ തന്നെ പെറ്റ് മൂന്നാണോ നാല് കുഞ്ഞുങ്ങളുമായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. എന്താണെങ്കിലും ഇറക്കി വിടാൻ തോന്നിയില്ല കേട്ടോ. അത് തന്നെ പെരയ്ക്കകത്ത് തന്നെയുണ്ട്. കട്ടിൻ്റെ അടിയിൽ കയറി ആ കുഞ്ഞുങ്ങളെയും വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാൽ വലിയ ശല്യവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് എടുക്കുന്ന കറക്റ്റ് സമയമാകുമ്പോഴത്തേക്ക് വരും. നമ്മൾ എന്തെങ്കിലും ഫുഡ് കൊടുത്തത് കഴിച്ചിട്ട് മാറി പോവുകയും ചെയ്തു തുടങ്ങും കേട്ടോ. അപ്പോൾ എന്താ ഞാൻ ചോറും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.